ബിഗ് ബോസ് മലയാളം സീസൺ 7 തകൃതിയായി നടക്കുമ്പോൾ ഇതുവരെയുള്ള പ്രകടനം വെച്ച് ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ് കോണ്ടസ്റ്റൻറ്റ്? ഇത്തവണത്തെ കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ കളി അറിഞ്ഞു വന്നവരാണ്. എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടെങ്കിലും യങ്ങസ്റ്റിൻ്റെ ഇടയിൽ, പ്രത്യേകിച്ച് 2K ഗേൾസിൻ്റെ ഇടയിൽ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു മത്സരാർത്ഥിയുണ്ട്. അതാണ് യങ് ആൻഡ് വൈബ്രൻറ്റ് ആര്യൻ കത്തൂരിയ. ആരാണ് ആര്യൻ കത്തൂരിയ? പ്രഡിക്ഷൻ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ മുതൽ ഈ പേര് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മലയാളിയല്ലേ ആര്യൻ എന്ന ഒരു ചോദ്യം BB ആരാധകർക്കിടയിൽ ഉണ്ടായി. അതിനൊക്കെയുള്ള ഉത്തരം കൂടിയാണ് ഈ വീഡിയോ. ആരാണ് ആര്യൻ കത്തൂരിയ എന്ന ചോദ്യത്തിന് ഡയറക്റ്റുള്ള ഒരു ആൻസർ മോഡലാണ്, ക്രിക്കറ്ററാണ്, ആക്ടറാണ് എന്നൊക്കെയാണ്. ഫാഷൻ രംഗത്തും സിനിമാ രംഗത്തും സ്പോർട്സിലും മാത്രമല്ല, ഹിന്ദി റിയാലിറ്റി ഷോയിലും ആര്യൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹിന്ദി പ്രേക്ഷകർക്കിടയിലും ആര്യന് ഫാൻസ് ഉണ്ട്. ജനിച്ചു വളർന്നതൊക്കെ കൊച്ചിയിലായതുകൊണ്ട് തന്നെ ആര്യൻ സ്വയം പരിചയപ്പെടുത്തുന്നത് കൊച്ചിക്കാരനായാണ്. ആര്യൻ ആദ്യം താരമായത് മോഡലിംഗിലാണ്. വളരെ ഷാർപ്പായ ഫീച്ചേഴ്സും ശരീരപ്രകൃതിയും വെച്ച് ആര്യന് പെട്ടെന്ന് തന്നെ മോഡലിംഗ് രംഗത്ത് ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് വെൽ നോൺ ബ്രാൻഡ്സിൻ്റെയൊക്കെ പരസ്യങ്ങളിൽ അഭിനയിക്കാൻ ആര്യന് സാധിച്ചു. കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസിൻ്റെ സ്ഥിരം പ്രേക്ഷകർക്ക് സ്കീ ഐസ്ക്രീമിൻ്റെ പരസ്യം നല്ല ഓർമ്മ കാണുമായിരിക്കും അല്ലേ? പ്രത്യേകിച്ച് ശ്രീധുവിൻ്റെയും അർജുൻ്റെയും ഫാൻസിന്. ആ പരസ്യത്തിൽ അഭിനയിച്ച ചുള്ളൻ പയ്യൻ ഈ ആര്യൻ കത്തൂരിയാണ്. ആര്യൻ്റെ ഫോട്ടോഷൂട്ട്സ് ഒക്കെ പിന്നീട് വൈറലാവുകയും ചോക്ലേറ്റ് ബോയ് എന്ന ടാഗ് ആര്യൻ ലഭിക്കുകയും ചെയ്തു. കുറേ ആളുകൾ ഹിന്ദി യുവനടൻ രൺവീർ സിംഗുമായുള്ള മുഖസാദൃശ്യം ആര്യൻ ഉണ്ട് എന്ന് പറയുമ്പോൾ വേറെ ചിലർ പറയുന്നത് രൺവീർ സിംഗുമായാണ് സാദൃശ്യമെന്നാണ്. അങ്ങനെ ഫാഷൻ ലോകത്ത് നിലയുറപ്പിച്ച ആര്യൻ പക്ഷേ അവിടെ മാത്രമായി ഒതുങ്ങാൻ തയ്യാറായിരുന്നില്ല. സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹവുമായി മലയാള സിനിമാ ലോകത്തെത്തിയ ആര്യൻ കുറച്ച് സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു, ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. അതിലൊന്നാണ് നിവിൻ പോളി നായകനായി വന്ന 1983. അതുപോലെ തന്നെ വടക്കൻ, ഫാലിമി തുടങ്ങിയ സിനിമകളിലും ചെറിയ റോളുകളിലാണെങ്കിലും പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ആര്യന് സാധിച്ചിരുന്നു. ആര്യന് നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, വേഴ്സറ്റൈൽ ആക്ടർ ആവാനുള്ള കഴിവ് ആര്യന് കാണാനുണ്ട് എന്നൊക്കെയായിരുന്നു പ്രേക്ഷകരുടെ പ്രതികരണം. ബിഗ് ബോസ് മലയാളമല്ല ആര്യൻ്റെ ആദ്യത്തെ റിയാലിറ്റി ഷോ. ആമസോൺ പ്രൈം അവതരിപ്പിച്ച ഒരു ഡേറ്റിംഗ് റിയാലിറ്റി ഷോയിൽ ആര്യൻ പങ്കെടുത്തിട്ടുണ്ട്. ശില്പ ഷെട്ടി ഗസ്റ്റ് അപ്പിയറൻസിൽ വന്നിട്ടുള്ള ഷോ ആയിരുന്നു അത്. പൂനം പാണ്ഡെ ഉണ്ടായിരുന്ന OTT ബേസ്ഡ് ആയിട്ടുള്ള ബോൾഡ് റിയാലിറ്റി സീരീസ് കിങ് സീസൺ 2വിലും ആര്യനുണ്ടായിരുന്നു. ഈ രണ്ട് ഷോകളും ഇതിനോടകം തന്നെ ഹിന്ദി പ്രേക്ഷകർക്കിടയിൽ നിന്നും ആര്യന് ഒരുപാട് ഫാൻ ഫോളോയിങ് ഉണ്ടാക്കി കൊടുത്തു. ഇതൊക്കെ ആര്യൻ്റെ എൻ്റർടൈൻമെൻറ്റ് സൈഡ്. ഇത് കൂടാതെ ക്രിക്കറ്റിലും അതിയായ താല്പര്യമുള്ള ആളാണ് ആര്യൻ. കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി CCLൽ ആര്യൻ കളിച്ചിട്ടുണ്ട്. അങ്ങനെ തൻ്റെ കരിയറിൽ ഒരു ബ്രേക്ക് ത്രൂവിന് വേണ്ടി കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ആര്യൻ ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ തരുമ്പോൾ തന്നെ ആര്യൻ സ്വയം വിശേഷിപ്പിക്കുന്നത് ഞാനൊരു മത്സരാർത്ഥി മാത്രമല്ല, ഞാൻ മുഴുവൻ എപ്പിസോഡും കൂടിയാണ് എന്നാണ്. അത് ആര്യൻ്റെ പ്രതീക്ഷ. അതിനൊത്ത് കേരളത്തിൻ്റെ മുഴുവൻ ചർച്ചാ വിഷയമാകാനും വിന്നറാകാനും ആര്യന് കഴിയുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ഇതിനോടകം തന്നെ 2K പെൺകുട്ടികൾ ആര്യനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. സ്പോർട്സ്മാൻ കൂടി ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ ടാസ്കിലൊക്കെ ആര്യൻ മുന്നിലാണ്. എന്നാൽ മലയാളി പ്രേക്ഷകർക്ക് മുഴുവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെ കയ്യിലെടുക്കാനുള്ള ഗെയിം കളിക്കാൻ ആര്യന് കഴിയുമോ എന്ന് പറയാനായിട്ടില്ല. അത് കണ്ടു തന്നെ അറിയണം. എന്താണ് ആര്യനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം?